ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നിരിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ രേവതിയോട് തല്ല് കൂട്ടിയിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാണ്. നീ തിളച്ചു മറയണ്ടെന്ന് പറയുമ്പോൾ ഞാനെന്ത് തിളച്ചു മറയാൻ പാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നത് നിൻ്റെ തിളച്ചു ഞാൻ നിർത്തി തരാടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാണ്. ചന്ദ്ര അവിടെ നിന്ന് പോകുമ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ചന്ദ്രയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് രേവതിക്ക് അറിയാം. അത് കഴിഞ്ഞ് ശ്രുതിയും ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ചന്ദ്ര അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുമ്പോൾ ഇവർ വന്നിട്ട് പറയാണ്, ആൻറ്റി ഞങ്ങൾ ഇറങ്ങാൻ പറയാണ് ശ്രുതി. പക്ഷെ ചന്ദ്ര അതൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പോൾ ആൻറ്റി ഞങ്ങൾ ഇറങ്ങാമെന്ന് പറയാണ് വീണ്ടും. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി നല്ല പൂരി മസാലയുടെ മണം വരുന്നുണ്ട് ശ്രുതി, ഇന്നിവിടെ പൂരി മസാല വാങ്ങണം, നമുക്ക് കഴിച്ചിട്ട് പോവാം ശ്രുതി പറയണം. അപ്പോൾ ശ്രുതി പറയണം, ഞാൻ പറഞ്ഞില്ലേ ശ്രുതിയോടെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. കാരണം ഇപ്പോൾ നമ്മളവിടെ പോയിരുന്ന ഇനി വീണ്ടും ഈ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് സച്ചി എന്തെങ്കിലുമൊക്കെ പറയാം. എന്തിനാ വെറുതെ നാണം കേട്ട് അവൻ്റെ വായിലിരിക്കുന്നത് കേട്ടിട്ടിരുന്ന് കഴിക്കാൻ നിൽക്കണം, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ ശ്രുതി പറയണം. അപ്പോൾ ശ്രുതി പറയണം, എന്തിനാ ശ്രുതി ഇത്രയും നല്ല പൂരി മസാല ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ പോണത്? നമ്മളിവിടെ മാസം ചിലവിന് പൈസ കൊടുക്കണില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, ശ്രുതി പറഞ്ഞത് ശരിയാ, നമ്മൾ മാസം ഒരു തുക ചിലവിന് കൊടുക്കണ്ടല്ലോ, അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ പറ്റും. ആൻറ്റി വാ കഴിക്കാൻ പറയുമ്പോൾ ചന്ദ്ര പറയും, വേണ്ട ഞങ്ങളിപ്പോൾ കഴിച്ചാൽ പറയും. അപ്പോൾ പറയും, ആൻറ്റി ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല, ഉറങ്ങിയിട്ടില്ല ആൻറ്റി. അങ്ങനെ പറഞ്ഞാൽ ആൻറ്റിയുടെ ആരോഗ്യം മോശമാവില്ലേ? ആൻറ്റി വാ ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും കഴിക്കുകയെന്ന് പറയും ശ്രുതി. എന്നിട്ട് ചന്ദ്രനെ നിർബന്ധിക്കുക. അപ്പോൾ ശ്രുതി പറയും, വാ അമ്മേ വന്ന് കഴിക്കേ, വാ എനിക്ക് വിശന്നിട്ട് വയ്യ, തലവേദനിച്ചിട്ട് വയ്യ എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്ര പറയും, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കണേൽ സന്തോഷിക്കുന്നവരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആൻറ്റി എന്തിനാ അപ്പം അതൊക്കെ ശ്രദ്ധിക്കണേ? ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി നിർബന്ധിക്കുകയാണ്. ശ്രുതി നിർബന്ധിക്കുമ്പോൾ ശ്രുതി പറയാണ്, അമ്മേ വാ അമ്മേ എന്ന് പറയുമ്പോൾ, നിങ്ങളിങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, വാ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്ര അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ശ്രുതി നല്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 പേരും കൂടി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഡൈനിങ് ടേബിളിൽ സച്ചിയുണ്ട്, ശ്രുതി വന്നിരുന്നു, ചന്ദ്ര വരുന്നുള്ളൂ. അത് കഴിഞ്ഞു രവീന്ദ്രനൊക്കെ വന്നു. അപ്പോൾ ആ പൂരി മസാലയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. വർഷ ശ്രീകാന്തും കൂടി വന്നിട്ട്, വർഷ നല്ല പൂരി മസാലയുടെ മണം വരുന്നുണ്ടല്ലോ, പൂരി മസാലയാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ വന്ന് കഴിക്കാനിരുന്ന് പ്ലേറ്റ് കൊടുക്കുമ്പോൾ ചന്ദ്ര വന്ന് കഴിക്കാനിരിക്കുമ്പോൾ രവീന്ദ്രൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാണ്. അപ്പോൾ രവതി ചോദിക്കുക, എന്താ അച്ഛാ ചോദിക്കുമ്പോൾ പറയും, ഞാൻ പിന്നെ കഴിച്ചോളാം പറയും. അപ്പോൾ ചന്ദ്ര വന്നതിൻ്റെ ദേഷ്യത്തിലാണ് രവീന്ദ്രൻ എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ രവതി പറയും, അച്ഛാ കഴിക്കുക ഇരുന്നിട്ട് പറയുമ്പോൾ, ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് നീട്ടി പോവാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഭയങ്കര വിഷമമാണ്. അപ്പോഴത്തേക്കും സച്ചിയും വർഷയൊക്കെ പൂരി മസാല എടുത്തിട്ട് തുടങ്ങി. വർഷ പറഞ്ഞു, രവതി ചേച്ചി ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, കാരണം ഇന്നലെ ആൻറ്റി സ്വർണ്ണ രവതി ചേച്ചിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ, ആ സങ്കടത്തിൽ രവതി ചേച്ചി ഇന്ന് അടുക്കളയിലൊന്നും കയറി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയും. അപ്പോൾ എന്നിട്ട് വർഷ തന്നെ പറയും, അത് രേവതി ചേച്ചിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞോണ്ട് ചേച്ചി ഒന്നും മിണ്ടിയില്ല, എൻ്റെ മുഖത്തേക്ക് പറ്റി അത് വലിച്ചെറിഞ്ഞേക്കണമെന്ന് ഞാൻ തിരിച്ചത് ആൻറ്റിയുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് നല്ല 4 വർത്താനം പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയും, അല്ലെങ്കിൽ രേവതി ചേച്ചി ഒരു പാവാന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് സഹിക്കണില്ല. ശ്രുതി പറയും, എന്തിനാണാവോ ഇങ്ങനെ ഒരാളെ പുകഴ്ത്തണം പറയുമ്പോൾ സച്ചി പറയും, അതേടാ പുകഴ്ത്തേണ്ടത് നിനക്ക് പിടിക്കില്ല, കാരണം നീ അവളുടെ സ്വർണ്ണം എടുത്തു കൊണ്ടുപോയി വിറ്റോനല്ലേ. രേവതിയുടെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ ഇതൊന്നല്ല ഇവിടെ സംഭവിക്കുക, അവളൊരു പാവമായതുകൊണ്ടാണ് അവളെല്ലാം സഹിച്ചും കണ്ടും കേട്ടും നിൽക്കണത് എന്ന് പറയണം. അപ്പോൾ ഇതൊന്നും കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് തീരെ സഹിക്കണില്ല കേട്ടോ. എടാ രേവതിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ നല്ല ഭക്ഷണം കഴിക്കേണ്ടതിന് പകരം ജയിലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വന്നേനെ. നിനക്കറിയോ, വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ നിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തേനെ, കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നിന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടേനെ. രേവതി ആയതുകൊണ്ടൊന്നും സംഭവിച്ചില്ല പറയുമ്പോൾ ശ്രുതി പറയും, ഇനി എന്തിനാ ഇതും ചകഞ്ഞിരിക്കണേ, നിൻ്റെ പൈസ ശ്രുതി തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ നീ ഇനി ഇതും പറഞ്ഞുകൊണ്ടിരിക്കണേ? പറഞ്ഞു, നിൻ്റെ ഭാര്യയോട് എനിക്കൊരു ഉപദേശം കൊടുക്കാനുണ്ട്. എന്ത്? അല്ല അവളുടെ സ്വർണ്ണമൊക്കെ ഷെൽഫിലിരിക്കല്ലേ, അതൊക്കെ പൂട്ടി താക്കോലെടുത്ത് വയ്ക്കാൻ പറയാനോ, ഇല്ലെങ്കിൽ അവരെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴേ നീ ഷെൽഫോട് കൂടി ആ സ്വർണ്ണം എടുത്തോട്ട് പോകുന്നു പറഞ്ഞിട്ട് സുധിയെ കളിയാക്കുമ്പോൾ വർഷയും ശ്രീകാന്തും ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. വർഷയും ശ്രീകാന്തും ഇറങ്ങുന്ന സമയത്ത് രേവതിയേച്ചി ഞങ്ങൾ പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് വർഷയോട് മാത്രമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, ശ്രീകാന്ത് പറയും, എടുത്തി ഞാൻ പുറത്ത് നിൽക്കാം, വർഷ നീ അങ്ങോട്ട് വന്നാൽ മതി പറയും. എന്നിട്ട് വർഷയുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് വർഷയോട് പറയുകയാണ്, വർഷേ ഇന്നലെ ഇവിടെ ഉണ്ടായ കാര്യം വർഷ നിൻ്റെ വീട്ടിലൊന്നും വിളിച്ച് പറയരുത് പറയും. അപ്പോൾ എന്ത് കാര്യം രേവതി ചേച്ചി ചോദിക്കും. അല്ല ഇന്നലെ ഇവിടെ ഗോൾഡിൻ്റെ കാര്യം ഉണ്ടായില്ലേ, അമ്മ അതെടുത്ത് വിറ്റതെന്നുള്ള കാര്യം നീ നിൻ്റെ വീട്ടിൽ പറയരുത് പറയുമ്പോൾ ചന്ദ്രമതി ഇത് കേൾക്കുകയാണ്, രേവതിയും വർഷയും കൂടി സംസാരിക്കുന്നത്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുക, എന്താ ഇപ്പോൾ ഇവർ പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ചെവി ഓർത്ത് നിൽക്കുകയാണ്. അപ്പോൾ പറയും, വർഷ അതെന്താ വീട്ടിൽ പറഞ്ഞാൽ, വർഷേ അത് പറഞ്ഞാൽ നമ്മൾ
നമ്മുടെ അമ്മയ്ക്ക് അപമാനമല്ലേ, അമ്മ നാണം കെടില്ല എല്ലാവരുടെയും മുമ്പിൽ ചോദിക്കുമ്പോൾ പറയും കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പറയും. പക്ഷെ വലിയവരാകുമ്പോൾ എന്താ ചെയ്യുക പറയുമ്പോൾ വർഷ പറയും എന്താ അപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് എല്ലാവരോടും പറയണമെന്ന് വലിയവർ ചെയ്യുമ്പോൾ പറയണ്ടെന്നാണോ? അങ്ങനെയല്ല, അത് നമ്മുടെ കുടുംബത്തിന് തന്നെ നാണക്കേടല്ലേ വർഷേ. അമ്മയ്ക്ക് അപമാനമല്ലേ, അമ്മ പിന്നെ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തല പൊക്കി പിടിച്ച് നടക്കും? അത് ചെയ്യുന്നത് തെറ്റല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയുമ്പോൾ വർഷ പറയും അപമാനിക്കപ്പെടുന്നവർ അപമാനിക്കപ്പെടുക തന്നെ വേണം രേവതി ചേച്ചി, നാണം കെടേണ്ടവർ നാണം കെടുക തന്നെ വേണം, അവർ തെറ്റ് ചെയ്തിട്ടല്ലേ. ശരി രേവതി ചേച്ചി പറഞ്ഞ കാരണം ഞാൻ ഇത് ആരോടും പറയില്ല, രേവതി ചേച്ചി ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെന്ന് പറഞ്ഞിട്ട് പക്ഷേ ശരി ചേച്ചി ഞാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കണം, പണക്കാരിപ്പെണ്ണ് പറയണ കേട്ടില്ലേ, എന്താ അവളുടെ ഒരു അഹങ്കാരം, അവൾക്ക് മുഴുവൻ അഹങ്കാരമാണ്. അല്ല എന്നാലും രേവതി എന്തിനാവും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണേ, രേവതി എന്തിനാ എന്നോട് എന്നെപ്പറ്റി നല്ലത് വർഷയോട് പറഞ്ഞു? ഓ വർഷയുടെ മുമ്പിൽ നല്ല പിള്ള ചമയാനാവും എന്നൊക്കെ ചിന്തിക്കുകയാണ് ചന്ദ്രമതിയുടെ ദുഷ്ടമനസ്സ്. അത് കഴിഞ്ഞ് പിന്നെ ശ്രുതിയുടെ ഷോറൂമാണ് കാണിക്കുന്നത്. ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രുതി വരണം. ശ്രുതി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഈശ്വര അതെന്തപ്പോൾ ഈ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ ശ്രുതി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വീട്ടിൽ, ഞാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, ഞാൻ കാരണം കൊണ്ടല്ലേ അച്ഛനും അമ്മയും അകന്നത്, അമ്മ നാണം കെട്ടത് ഞാൻ കാരണം കൊണ്ടല്ലേ. അപ്പോൾ ശ്രുതി പറയണത് ഇതൊക്കെ ശ്രുതി മുന്നേ ആലോചിക്കണമായിരുന്നു, എന്ത് ചെയ്യാം ശ്രുതി പറ്റിപ്പോയി, ഇത് മുന്നേ കുട്ടി ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, അത് എന്നോട് ശ്രുതി മറച്ചു വെച്ചിട്ടല്ലേ, ഇതുകൊണ്ടാണ് പറയണത് എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്, ഞാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കിയെന്നെ പറയുമ്പോൾ സോറി ശ്രുതി എന്ന് പറയാണ്. ഇനിയിപ്പോൾ എങ്ങനെ സച്ചി പറഞ്ഞാൽ 5 ലക്ഷം രൂപ കൊടുക്കും പറയുമ്പോൾ ശ്രുതി പറയും കൊടുക്കണം, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ശ്രുതി ആലോചിക്കുക എങ്ങനെ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ആലോചിക്കുക എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയും ഞാൻ എങ്ങനെ എടുത്തു കൊടുക്കുക, എൻ്റെ കയ്യിൽ എവിടുന്ന പൈസ ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയാൻ അതെനിക്കറിയാലോ ശ്രുതിയുടെ കയ്യിൽ പൈസ ഇല്ലയെന്ന്, എന്തെങ്കിലും ഞാൻ തൽക്കാലം ഒരു 2 ലക്ഷം രൂപയെങ്കിലും വേഗം കൊടുക്കണം, അത് കൊടുത്താലാണ് സച്ചിയുടെ വായ അടയുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ആ വീട്ടിൽ ഇരിക്കേണ്ടി വരില്ല. ഞാൻ എന്തായാലും മീരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എനിക്ക് എന്തെങ്കിലും പൈസ സഹായിക്കാൻ പറ്റുമോ, ചിലപ്പോൾ അവൾ തരുമായിരിക്കും, ഞാൻ മീരനെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ ശ്രുതി പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയോട് പറഞ്ഞിട്ട് ശ്രുതി മീരയെ കാണാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ രവീന്ദ്രൻ കുറച്ച് ബുക്കുകൾ എടുത്തൊന്ന് പൊടി തട്ടുമ്പോൾ രവീന്ദ്രന് ചുമ വരികയാണ്. അങ്ങനെ രവീന്ദ്രൻ നിന്ന് ചുമയ്ക്കണം കാണുമ്പോൾ രവീന്ദ്രന് പെട്ട ശ്വാസം കിട്ടില്ല. അത് കാണുമ്പോൾ ചന്ദ്ര വെള്ളം കൊണ്ട് ഓടി വരികയാണ്. വെള്ളം കൊണ്ട് ഓടി വരുമ്പോൾ രവീന്ദ്രനോട് പറയാണ് രവിയേട്ട ഈ വെള്ളം കുടിക്കാൻ വരുമ്പോൾ രവീന്ദ്രൻ അത് കേൾക്കില്ല. അപ്പോൾ സച്ചി ഓടി വന്നിട്ട് എന്താ പറ്റിയെന്ന് വെച്ചിട്ട് ആ വെള്ളം കിട്ടാന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ്റെ അടുത്ത് നിന്ന് വെള്ളം മേടിച്ചിട്ട് രവീന്ദ്രന് കൊടുക്കുമ്പോൾ അവൾ തന്ന വെള്ളം എനിക്ക് വേണ്ട പറയാം. അച്ഛാ ഈ വെള്ളം കുടിക്കുക ഞാനല്ലേ തരുന്നത് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി വെള്ളം കൊടുക്കുകയാണ് രവീന്ദ്രന്. അപ്പോഴേക്ക് രേവതി ഓടി വരികയാണ് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ രവീന്ദ്രൻ വെള്ളം കുടിക്കുക, രവീന്ദ്രൻ്റെ ചുമ ഒന്ന് ഒതുങ്ങുകയാണ്. ഈ സമയമാകുമ്പോഴേക്ക് ശ്രുതിയും കയറി വന്നിട്ട് അച്ഛാ അമ്മ എവിടെ ചോദിക്കും. അമ്മയും നീയും കൂട്ടിയിട്ടല്ല എല്ലാം ഉണ്ടാക്കണത്, പിന്നെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം, എനിക്കറിയോ നിൻ്റെ അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ വിളിക്കുക അച്ഛാ പറയും, നിനക്ക് വിളിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി വന്നിട്ട് എന്താടാ ചോദിക്കും. അപ്പോൾ പറയും ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അവളുടെ സ്വർണ്ണം എടുത്ത് വിറ്റ് പറഞ്ഞിട്ടല്ലേ നിങ്ങളെല്ലാവരും കൂടി എന്നെ തല്ലിച്ചതച്ചേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാരണം എൻ്റെ അമ്മ അപമാനിക്കപ്പെടേണ്ടി വരില്ല എന്ന്. അപ്പോൾ സച്ചി ഇതുവരെ അപമാനിച്ചതൊന്നും പോരെ, ഓ എന്തൊരു സത്യസന്ധനായിട്ട് അവൻ പറയും. അതെ അവൻ്റെ സ്വർണം വിറ്റാൽ അവന് കൊടുക്കാനുള്ള പൈസ ഇതാ പറഞ്ഞിട്ട് ഇതിൽ 2 ലക്ഷം രൂപയുണ്ട്, 2 ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കും, ബാക്കി ഞങ്ങൾ താമസിയാതെ കൊടുക്കും പറഞ്ഞിട്ട് ശ്രുതി ആ പൈസ അങ്ങോട്ട് എടുക്കുക എന്ന് പറയും. അപ്പോൾ ശ്രുതി വേഗം ബാഗ് തുറന്നിട്ട് 2 ലക്ഷം രൂപ എടുത്ത് കൊടുക്കുമ്പോൾ അച്ഛാ അത് 2 ലക്ഷം രൂപയുണ്ട്, ബാക്കി 3 ലക്ഷം രൂപ ഞങ്ങൾ താമസിയാതെ കൊടുക്കും, ഇതിൻ്റെ പേരിലല്ലേ എനിക്ക് അപമാനം മുഴുവൻ ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ ചന്ദ്രമതി എടുത്ത വഴിക്ക് വയ്ക്കും എവിടെ നിന്നാടാ നിനക്ക് 2 ലക്ഷം രൂപ എന്ന് ചോദിക്കും ചന്ദ്രമതി ദേഷ്യപ്പെട്ടിട്ട്. അപ്പോൾ ശ്രുതി പറയും അത് എൻ്റെ അച്ഛൻ അയച്ചെന്നതാ പറയും. ഓ നിൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് പൈസയൊക്കെ അയക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും ചന്ദ്രമതി. നിൻ്റെ അച്ഛൻ്റെ ജയിലിലല്ലേ, ജയിലിൽ നിന്നാണോ പൈസ അയച്ചു ചോദിക്കുമ്പോൾ പറയും രവീന്ദ്രനും ചോദിക്കും ശ്രുതി അതിന് നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ ചോദിക്കുമ്പോൾ സച്ചി പറയും അച്ഛാ ജയിലിൽ ബാങ്ക് നടത്തണം അച്ഛാ ശ്രുതിയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും കളിയാക്കണ്ട സച്ചി, എൻ്റെ ഇളയച്ച മുഖാന്തരമാണ് ഈ പൈസ അയച്ചതെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കും അപ്പോൾ നീ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ ഇളയച്ചനോടും അച്ഛനോടൊക്കെ വിളിച്ച് പറഞ്ഞോ. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് പറഞ്ഞു, അവർ 2 ലക്ഷം രൂപ അയച്ചു തന്നു അത്രേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ഈ പൈസ പിടിക്കുക ബാക്കി. അപ്പോൾ സച്ചി പറയും 2 ലക്ഷം രൂപയല്ലേ എനിക്ക് 5 ലക്ഷം തരാളെന്ന് പറയുമ്പോൾ ബാക്കി 3 ലക്ഷം രൂപ നിനക്ക് തരും എന്ന് പറയും. അപ്പോൾ രവീന്ദ്രനോട് പറയും അച്ഛാ ഈ പൈസ മേടിക്കുക അച്ഛാ പറയുമ്പോൾ എനിക്കല്ല നിങ്ങൾ സ്വർണ്ണം വിറ്റത് അവരുടെയാണ്, അപ്പോൾ അവരുടെ കയ്യിലാണ് പൈസ കൊടുക്കേണ്ടതെന്ന് പറയും. ബാക്കി 3 ലക്ഷം ഞങ്ങൾ തരും സച്ചി, ഇത് പിടിക്കുക പറഞ്ഞിട്ട് സച്ചിയുടെ നേർക്ക് പൈസ നീട്ടാണ് ശ്രുതി. അപ്പോൾ സച്ചി അത് മേടിക്കുന്നുള്ള ശങ്കയിലാണ്. അപ്പോൾ രേവതി പറയുന്നത് സച്ചിയേട്ടാ ആ പൈസ മേടിക്കുമെന്ന് പറയാണ് രേവതി. അങ്ങനെ രേവതി പറഞ്ഞിട്ട് സച്ചിയെ പൈസ മേടിക്കണം, ഇത് കള്ളനോട്ടൊന്നല്ലല്ലോ നല്ല നോട്ടാണല്ലോ ചോദിക്കുമ്പോൾ ശ്രുതി പറയണം നിന്നെ ഞാൻ എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയും വലിയ വർത്താനെന്ന് പറയണം, നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയില്ലേ, എവിടെ കിട്ടി, മുഴുവൻ കിട്ടിയിട്ടില്ലല്ലോ, ഇപ്പോൾ കിട്ടിയില്ലേ, തൽക്കാലം താമസിയാതെ തന്നെ ശ്രുതിയെ തരും
ശ്രുതിയെ കൊണ്ട് വിചാരിച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരാൻ പറ്റായികയില്ല, എന്നിട്ട് എന്താ ഇപ്പം വിചാരിക്കാത്തേ ചോദിക്കും സച്ചി. അപ്പോൾ ശ്രുതി ആകെ വെട്ടിലായിട്ട് നിൽക്കുകയാണ്. ദൈവമേ, അമ്മ എന്തൊക്കെയാണ് പറയണമെന്നുള്ള അർത്ഥത്തിലാണ് ശ്രുതി നിൽക്കുന്നത്. അപ്പോൾ അവൾ തരും എന്ന് പറഞ്ഞില്ലേ, അപ്പം നീ ഒന്ന് ക്ഷമിക്കുകയെന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയും, സച്ചി ആ പൈസ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കേട്ടോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. ഇവിടെ ഞാൻ ഏത് സമയത്ത് എവിടെ തളർന്നു വീഴാന്നറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഓരോരുത്തരോട് വായടയ്ക്കാൻ പറയാം, അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അരോചകമായിട്ട് തോന്നുകയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ കുത്തുകയാണ് ഇട്ടിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ വിഷമാവാണ്. അത് കഴിഞ്ഞിട്ട് സച്ചി രേവതിയും കൂടിയിട്ട് രേവതിയോട് സച്ചി പറയും, സച്ചി രേവതി ഈ പൈസ ഭദ്രമായി സൂക്ഷിച്ച് വെക്കും, ഇവിടെ ഒരു വലിയ പെരുങ്കള്ളനോ ആ പെരുങ്കള്ളനെ കഞ്ഞി വെക്കണ ഒരു അമ്മയുള്ള വീടാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കളിയാക്കണം. അപ്പോൾ രേവതി പൈസ കൊണ്ട് അകത്തേക്ക് പോകാൻ സച്ചി പോയി രവീന്ദ്രൻ മോളിക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ചന്ദ്ര വന്നിട്ട് പറയുന്നത്, മോളെ ശ്രുതി അവൻ പറയണത് കേട്ടല്ലോ, ഒരു കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് ബാക്കി 3 ലക്ഷം രൂപ കൂടി അവർക്ക് കൊടുത്തിട്ട് ഈ കട നമുക്ക് വീട്ടണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് പോകണം. അപ്പോൾ ശ്രുതിയും കൂടിയിട്ട് ആകെ അയ്യത്തരാന്നുള്ള മട്ടിൽ അവിടെ ഇരിക്കുമ്പോൾ ശ്രുതി പറയണം, ഇപ്പം എന്തായി, നമ്മുടെ 2 ലക്ഷം രൂപ പോയി കിട്ടി ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അതെ സ്വർണ്ണം എടുത്തിട്ട് വിൽക്കുമ്പോൾ ആലോചിക്കാനായിരുന്നു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ചെയ്തിട്ട് ഇപ്പം എന്താ ഉണ്ടായി എന്നുള്ള അയ്യത്തറ ഭാവത്തിലാണ് രണ്ടുപേരും അവിടെ ഇരിക്കുന്നത്. അങ്ങനെ രാത്രിയായി, രേവതി പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി വന്നിട്ട് പറയും, നിൻ്റെ പണികളൊന്നും കഴിഞ്ഞില്ലേ രേവതി, ഇതാണ് അച്ഛമ്മ പറയണ, ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രേവതി പറയും, സാരല്ലേ സച്ചേട്ട, അത് കഴിഞ്ഞു. സച്ചേട്ട ഇവിടെ ഇരിക്കുക പറഞ്ഞാൽ കസേര നീക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി അങ്ങനെ രേവതി പണിയെടുത്ത് നോക്കിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ സച്ചി പറയാണ്, അച്ഛൻ്റെയും അമ്മയുടെയും പിണക്കം തീർന്നില്ലല്ലോ രേവതി, അച്ഛൻ്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കേണ്ടതെന്നുള്ളൂ, അമ്മ മിണ്ടാത്തതിൽ അച്ഛൻ്റെ മനസ്സ് വല്ലാതെ ഉരുക്കണമെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പറയാണ്. അപ്പോൾ രേവതി പറയണം, നമ്മളേനെ അമ്മ വേദനിപ്പിച്ചത് അച്ഛൻ അത്രയും സഹിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ആയത് സച്ചേട്ടാന്ന് പറയാണ്. എന്തായാലും അച്ഛൻ്റെ അമ്മയുടെ പിണക്കം നമുക്ക് മാറ്റണത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയാൽ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയണം, എന്തായാലും ഒരു പൈസ എത്ര പെട്ടെന്ന് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അത് പ്രതീക്ഷിക്കാത്തൊരു ഭാഗ്യമാണ്, നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഭാഗ്യം പറയുമ്പോൾ രേവതി പറയും, ആ പൈസ ഞാൻ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനാണ് പ്ലാൻ, എന്താ സച്ചേട്ടൻ്റെ പ്ലാൻ എന്ന് ചോദിക്കണം. അപ്പോൾ സച്ചി പറയണം, എന്താ ചെയ്യേണ്ടത്, ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുള്ളൂ, നിനക്ക് കുറച്ച് സ്വർണ്ണം മേടിച്ച് തരണം, അത് നാളെ തന്നെ പോയി മേടിക്കണം, എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ പറയുമ്പോൾ രേവതി പറയും, എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട, സ്വർണ്ണമല്ല ഇപ്പോൾ നമുക്ക് വേണ്ട, നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറാന്ന് പറയും. സെക്കൻഡ് ഹാൻഡ് കാറോ, അതെ, നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സച്ചേട്ടൻ, നമുക്ക് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി, നമുക്ക് മുകളിലൊരു മുറി പണിയണ്ടേ, നമുക്കൊരു റൂം വേണ്ടേ, നമുക്ക് കുറച്ച് എന്തെങ്കിലും സമ്പാദ്യം വേണ്ടേ, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ കൂടി മേടിച്ച് അത് വാടകയ്ക്ക് കൊടുത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാമല്ലോ മെല്ലെ എന്ന് പറയാണ്. അപ്പോൾ സച്ചി ചോദിക്കുക, അത് വേണം സച്ചേട്ടാ, ഈ പൈസ ഇപ്പോൾ നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചതല്ലല്ലോ, അത് ദൈവമായിട്ട് നമുക്ക് കൊണ്ടുവന്ന് തന്നതല്ലേ, അപ്പോൾ ദൈവമായിട്ട് തന്ന ഭാഗ്യം നമ്മളായിട്ട് തട്ടിത്തെറിപ്പിക്കേണ്ട, ഈശ്വരൻ്റെ അനുഗ്രഹം പോലെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കണമെങ്കിൽ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരൊരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കാനുള്ള തീരുമാനത്തിലാവാണ്. എന്നിട്ട് അവർ പറയണേ, എന്തായാലും അച്ഛൻ കിടക്കണേക്കാട്ടിലും മുന്നേ നമുക്ക് അച്ഛനോട് സംസാരിച്ചിട്ട് ഈ പിണക്കം മാറ്റണം, ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അകലം കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തായാലും അച്ഛനോട് സംസാരിച്ചിട്ട് അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കം മാറ്റണം എന്ന് തീരുമാനിക്കുകയാണ് സച്ചി രേവതി. അങ്ങനെ അവരത് ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്